അല്ലാന്ന് തോന്നാൻ മാഷക്ക് പകുതി മുമ്പ് കൊണ്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. എന്തോ ഭാഗ്യം എന്നെ എടുത്ത് കിണറ്റിലിടാൻ മാത്രം പറഞ്ഞില്ല. കൊള്ളാം, സുന്ദരിയൊക്കെയാണ്. എന്നാലും പാർവതിയായിട്ട് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എപ്പിസോഡ് ഞാനും കാണുന്നുണ്ടല്ലോ, ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രതീക്ഷകൾ കാണും, കുറച്ച് സുന്ദരിയായിരിക്കും വരുന്നെന്നുള്ളത്, നായികയായിട്ട് വരുന്നത് ഒരു പ്രതീക്ഷ കാണത്തില്ല. ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് മാങ്ങിയൊന്നല്ലോ, തേങ്ങയല്ലേ ഉടച്ചത്. റേറ്റിംഗ് വരട്ടെ. കൗണ്ടർ അടിച്ചതേ കിളി പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സംസാരം കേട്ടു. ഹായ്, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നായകനെ കാണിച്ചു, ബാക്കി എല്ലാവരെയും കാണിച്ചു, നായികയെ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നായികയാണ് നമ്മൾ കാണിക്കുക. ഈ നായികയെ നമ്മൾ ഒരു മാസം മുമ്പ് ഇൻ്റർവ്യൂ എടുത്തതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത ഈ ഒരു 3-4 മാസത്തിനകത്ത് വെച്ചിട്ട് ഒരു നായികയാവുന്ന കഥാപാത്രം കിട്ടും എന്ന്. പറഞ്ഞു തീർന്നില്ല, അടുത്ത മാസം തന്നെ നായികയായി. മറ്റാരുമല്ല, ലക്ഷ്മി. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ കറക്റ്റാണോ? പക്ഷെ സിനിമയിലെ നായികയായിരുന്നു. പക്ഷെ ഇതിനകത്ത് സിനിമ നായികയോടെ പറയണോ? ഞാൻ പറയാം. അന്ന് തന്നെ കുറെ നീ കിളി പറത്തി. നീ എന്ന് വിളിക്കുന്ന ഞങ്ങൾ സൗഹൃദം കൊണ്ടാണ്. ലക്ഷ്മി, എങ്ങനെയുണ്ട്? ഹൗ ഡു ഫീൽ? കാര്യം ഒരു നായികയായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു ഡ്രീമിലാണോ? പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ എന്നും ഓർക്കും. കാരണം എന്നോടൊരു ആർട്ടിസ്റ്റ് അന്ന് ചോദിച്ച കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, ലക്ഷ്മി ഇത്രയും വർഷമായി അഭിനയിക്കുന്നു, 9 വർഷമായി അഭിനയിക്കുന്നു, എന്നിട്ട് വേറെ ആർട്ടിസ്റ്റിനോട് നീ എന്നിട്ട് ഇതുവരെ നായികയായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിങ്ങനെ എന്നും ഓർക്കും. പുള്ളിക്കാരുടെ ആ ചോദ്യം നല്ലപോലെ എനിക്ക് ഹൃദയത്തിൽ കൊള്ളുകയും ഭയങ്കര ഫീൽ ചെയ്യുകയും. നായികയായില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അതായത് വേറൊരു ആർട്ടിസ്റ്റിനോട് ഡാൻസ് കളിക്കുന്ന ട്രൈ ചെയ്യുന്ന ഞാൻ നായികയോട് പറഞ്ഞപ്പം കേട്ടോണ്ട് നിന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു, അവൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല, നിന്നെ പോലെ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ വേറെ ഒന്നും നിന്റെ അത്ര ഒന്നും അറിയത്തില്ല, പക്ഷെ ഇതൊന്നും അറിയില്ലെങ്കിലും ഇവള് നായികയാണ്. അത് ആരാന്നൊന്നും ഞാൻ പറയില്ല, അതും ഞാൻ പറയില്ല. എവിടെ അല്ല, അത് ഞാൻ പറയില്ല. പക്ഷെ അതിങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. പക്ഷെ എനിവേ അത് ചിലപ്പം ഞാൻ അത് മനസ്സിൽ കിടന്ന് നോക്കിയാൽ ഞാൻ എൻ്റെ ആ വിഷമം ചിലപ്പം ദൈവം കണ്ടു കാണും, അല്ലെങ്കിൽ CTV എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓഹോ, ആ സമയത്ത് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോണ്ടല്ല അത് വന്നത്. എങ്കിലും ലക്ഷ്മിക്ക് ആ ഒരു കഥാപാത്രത്തോട് നീതി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ആ ഒരു നായിക കഥാപാത്രം എല്ലാവരും ഇരുകയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതെ, കാരണം നേരത്തെക്കാളും ഞാൻ വരുന്ന സമയത്തുള്ളതിനേക്കാളും ഞാൻ വന്ന വീക്കിൽ നല്ല രീതിയിൽ റേറ്റിംഗ് കൂടി. അത് ഭയങ്കര സന്തോഷം. അതേപോലെ ഞാൻ റേറ്റിംഗ് വരുന്നവരെ ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഈ 10ലെയും +2ലൊക്കെ റിസൾട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കില്ലേ എന്ന് പറഞ്ഞോടെ എന്നെ വിറയ്ക്കാനും തുടങ്ങി, എൻ്റെ കണ്ണും നിറയാൻ തുടങ്ങി. അത് വരുന്നവരെ ഞാൻ വെയിറ്റിങ്ങാണ്. പെട്ടെന്ന് ഫോണിൽ റേറ്റിങ്ങിൻ്റെ ഇത് വന്നത് ഞാൻ ഒരൊറ്റ കരച്ചിലായിരുന്നു. ആരും ഇല്ലായിരുന്നു റൂമിനകത്ത്. പക്ഷെ ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ ക്യാരക്ടർ ഞായറാഴ്ച വരെ മുമ്പ് ചെയ്തിരുന്ന നായികയെ കാണിക്കുകയും തിങ്കളാഴ്ച പെട്ടെന്ന് നിമിഷം വേറൊരു മുഖവും കൂടെ കാണിക്കുകയും ചെയ്തപ്പം ആളുകളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര നെഗറ്റീവ്. ഈ വേറൊരു നായിക എന്ന് പറയുന്നിട്ട് അതുകൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. പാർവതി ആദ്യത്തെ പാർവതി അല്ല ഇപ്പം നമ്മോടൊപ്പം ഇരിക്കുന്ന പാർവതി. പാർവതിയുടെ റീ എൻട്രിയാണ്, രണ്ടാമത്തെ പാർവതിയാണ്. കാര്യം ആദ്യത്തെ പാർവതി എന്തോ ചില കാരണങ്ങളാൽ പോയി. ഇപ്പൊ വീണ്ടും എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. പോയതാ അല്ല, നീ വന്നതില് തിരിച്ചു പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇത് പെട്ടെന്നായിരുന്നേ, അതായത് വേറൊരു വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാലോ ചേട്ടന്. അപ്പം ഇങ്ങനെ തലേ ദിവസം എന്നെ വിളിക്കുക, അതായത് വൈകിട്ട് വിളിക്കുക, ലക്ഷ്മി നാളെ ഷൂട്ടിന് വരണം. അപ്പം എനിക്ക് ഒട്ടും ഞാൻ പ്രിപ്പയർ അല്ല. ഇതിൽ തന്നെ വിളിക്കുകയാണ്. എത്ര നാളത്തെ പ്രോസസ്സാണ് ഈ നായികയിലേക്ക് വന്നത്? അധികം നാളൊന്നും എടുത്തില്ല, പെട്ടെന്നായിരുന്നു. അതായത് ഒരാഴ്ച ഗ്യാപ്പിൽ ഇവർ വിളിച്ചു, ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഇവർ വീഡിയോസൊക്കെ എന്നെ കൊണ്ട് ആ ഒരു പോർഷൻ പെർഫോമൻസ്. അപ്പം അത് കഴിഞ്ഞ് ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി വേറെ ആൾ ഓക്കെ ആയി, മീൻസ് എന്നെ ഞാനില്ല, വേറെ ആളെന്തോ വന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വിട്ടു. ഞാൻ ഈ ഇവർ വിളിച്ച സ്ക്രീൻ ടെസ്റ്റ് പോലും ഞാൻ വിട്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിക്കുക, നാളെ വന്ന് ജോയിൻ ചെയ്യാമോ. ഇവിടുന്ന് കൺട്രോളേഴ്സ് വിളിച്ചു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇത് എന്താ ഇങ്ങനെ, നിങ്ങളില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ. ഞാൻ ഒട്ടും പ്രിപ്പയർ, എൻ്റെ കോസ്റ്റ്യൂമില്ല, ഒരു സാധനമില്ല. പിന്നെ അന്ന് തന്നെ ആ ലൊക്കേഷനിൽ നിന്ന് ഞാൻ എൻ്റെ ഷെഡ്യൂള് തീർത്ത് ഞാൻ ഇറങ്ങി. ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് പിറ്റേ ദിവസം ഒരു ഉച്ച വരെ ഇവിടെ ഒരു ഷോപ്പിൽ പോയി ഡ്രസ്സെല്ലാം വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്ത് അന്ന് ഞാൻ വീട്ടിലും പോയി
വീട്ടിൽ നിന്ന് കുറച്ച് സാധനം എടുത്ത് തിരിച്ചു വന്ന് ഞാൻ ഈ വർക്കിൽ ജോയിൻ ചെയ്യുക ചെയ്തത്. അപ്പം വന്ന സമയത്ത് ഭയങ്കര ഒട്ടും അങ്ങോട്ട് ഒന്നാമത് ടെൻഷൻ, കാരണം വേറൊരാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇപ്പം നമ്മുടെ മഞ്ജു വാര്യർ അല്ലാന്ന് തോന്നാൻ മാഷക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമുണ്ടോ? ഈ ഡയലോഗ് ഇതേ രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ ചിലപ്പോൾ അത് പുള്ളിക്കാരുടേതായ ശൈലിയിൽ മഞ്ജു വാര്യർ അഭിനയിച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ റീൽസായിട്ടും അല്ലേ ഒരുപാട് പേര് ചെയ്തിരിക്കുന്നു, അഭിനയിച്ചിരിക്കുന്നു. അപ്പം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരാൾക്ക് എന്തായാലും ഒരു പക്ഷെ സാധിക്കും, പക്ഷേ ഏകദേശം എന്തായാലും അതുപോലെ ആവില്ല. അപ്പോൾ അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു, ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നു, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ, റേറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാരക്ടറിനെ ഇതാക്കണ്ടേ, അതായത് ആ ക്യാരക്ടറിലോട്ടൊന്ന് ആവണം. അപ്പം അങ്ങനെയൊക്കെ കുറേ ഭയങ്കര ടെൻഷനുണ്ട്. സീൻ ഡയറക്ടർ പ്രദീപേട്ടനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ടൈം ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. പിറ്റൂസം ജോയിൻ ചെയ്യുന്നു. എനിക്ക് ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞ പോലെ ഞാൻ നിൽക്കുക, ഏതപ്പാ കോതമംഗലം. അപ്പം അപ്പം ഈ ഞാനിങ്ങനെ ഷോട്ട് എടുക്കാൻ വരുന്ന അവർ പറയുന്നു എനിക്ക്. പിന്നെ ഡയറക്ടർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ മോളെ ഇങ്ങനെയാണ്, നീ അതൊന്ന് ഒരുപക്ഷെ കണ്ടു, ഞാൻ ഈ പഴയ എപ്പിസോഡിലൊന്ന് കാണാൻ കൂടി എന്താണ് കഥ ഇങ്ങനത്തെ. അതുമല്ല ഇവിടെ ഫാസ്റ്റായിട്ട് പോവുക, കാരണം എപ്പിസോഡില്ല, അതായത് എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ടെലികാസ്റ്റ് ആയി പോന്നു. എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കാനോ അതിനുള്ളൊരു ടൈം ശരിക്കും ഇവർക്ക് കിട്ടുന്നില്ല. 291. അപ്പം അങ്ങനെ വന്ന് എന്താ പറയുക, ഇവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു കേട്ടോ. ഡയറക്ടർ ഭയങ്കരമായിട്ട് എഫേർട്ട്, ക്യാമറാമാൻ ചേട്ടനാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ടെൻഷനാണ്. ഒന്നാമത് ഇവരെ എനിക്ക് അറിയാൻ മേലാത്തൊരു കുറച്ച് പേരുണ്ട്, പിന്നെ ചിലരെ എനിക്ക് നേരത്തെ അറിയാവുന്നവരുണ്ട്, ടെക്നിക്കൽ സൈഡിലും ആർട്ടിസ്റ്റുകളും അറിയാവുന്നവരുണ്ട്. എങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു ഞാൻ ഒരു 2-3 ദിവസം. പക്ഷെ അവരിങ്ങനെ കട്ടയ്ക്ക് കൂടെ നിന്ന് ഫുൾ ടീം, അതായത് മേക്കപ്പ് ആണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും യൂണിറ്റ്, ക്യാമറ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും, ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടെ നിന്ന് നല്ല ലക്ഷ്മി ഓക്കെയാണ്, ലക്ഷ്മി ടെൻഷൻ ആവണ്ട. അങ്ങനെ വന്ന് ഒരു 3-4 ദിവസം ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു 6ാമത്തെ, അതായത് തിങ്കളാഴ്ച എപ്പിസോഡ് ടെലികാസ്റ്റ് ആവുന്നതിൻ്റെ അന്ന് പകല് ZTVയുടെ ഇൻസ്റ്റ പേജിൽ എന്നെ കൊളാബ് ഇട്ടിട്ട് പുതിയ പാർവതി എന്ന് പറഞ്ഞ് പോസ്റ്റ് വന്നു. എൻ്റെ അമ്മേ, അതായത് ടെലികാസ്റ്റ് ആവുന്നതിൻ്റെ അന്ന് ഷൂട്ട് പോയി. അയ്യോ, ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയി. ദൈവമേ, ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത് എന്ന് ഞാൻ ഓർത്തുപോയി. കാരണം ആളുകൾ എന്നെ പൊങ്കാലിടുമായിരുന്നു. എന്തോ ഭാഗ്യം, എന്നെ എടുത്ത് കിണറ്റിലിടാൻ മാത്രം പറഞ്ഞില്ല. ഭയങ്കരമായിട്ട്, അതായത് ഞാനിങ്ങനെ ആലോചിച്ച് പോയി, ദൈവമേ ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത്, എന്നെ വിളിച്ച കാര്യം, അതായത് ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് നിന്ന് പോകാൻ, അത്രയും പേരുടെ ജോലി, അപ്പോൾ ഈ ഒരു ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി അവരെന്നെ നായികയായിട്ട് കാസ്റ്റ് ചെയ്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിൽ വന്ന് ഞാൻ അതല്ലേ ചെയ്തേ, അല്ലാണ്ട് ഞാൻ അത് ഇട്ടിട്ട് പോവല്ലല്ലോ ചെയ്തത്. അപ്പം എനിക്ക് അതോർത്ത് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കുറേ കമൻസുകൾ എന്ന് വെച്ചാൽ ഫീൽ ചെയ്തു, കരച്ചിലല്ല, അതായത് ഇവിടെ എന്താ ചത്ത മുഖം എന്നോ, അപ്പം ഞാൻ ചത്ത് കിടക്കുവാണോ, ഫോട്ടോയ്ക്കൊക്കെ അങ്ങനത്തെ കുറേ കമൻസുകൾ എന്തോ. പിന്നെ ഞാനോർത്ത് എന്തിനാണ് ഞാനത് കണ്ട് ഫീൽ ആവണത്, കാരണം ഞാൻ തന്നെ അത്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, ഇത് മാറും, കുറച്ച് ഇത് കഴിയുമ്പം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ കമൻസ് വന്ന അന്നത്തെ ദിവസവും ലൊക്കേഷനിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു സ്വഭാവം ചേട്ടൻ അറിയാലോ, ഞാൻ വളരെ സംസാരിക്കുക, എല്ലാവരോടും നല്ല ഇതായിട്ട് ബിഹേവ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു ദിവസം എനിക്കറിയില്ല, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പകച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കും, വിളിക്കും, നല്ല ടെൻഷൻ അടച്ച് നിൽക്കും, സീനൊക്കെ തരും. അന്നേരം ഞാൻ ചിലപ്പം ഓക്കെ പെർഫോമൻസ് ചെയ്യാൻ നേരം എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ശരിയാവുന്നുണ്ടോ, ഓക്കെ ആവുന്നുണ്ടോ,
ഡയറക്ടർക്ക് ഓക്കെ ആണോ, പുള്ളിക്ക് ദേഷ്യം വരുമോ, ക്യാമറാമാൻ ഓക്കെ ആണോ, ഇവർ ഇത്രയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ അവർക്ക് ഓക്കെ ആണോ, ഈ ഒരു ടെൻഷനായിരുന്നു കുറച്ച് 2-3 ദിവസം. അത് കഴിഞ്ഞ് ഇതിങ്ങനെ വരുക യൂട്യൂബിൽ പ്രമോ വരുമ്പോൾ, ആദ്യത്തെ പ്രമോയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് കിണറ്റിലിടാനൊന്നും ആരും പറഞ്ഞില്ല. എന്തോ ഭാഗ്യം, ചിലർ ഈ കുട്ടി കൊള്ളാം പക്ഷേ പാർവതിയായിട്ട് വേണ്ടായിരുന്നു, ചിലർ പോരാന്ന് പറയുമ്പോൾ അല്ലല്ല കൊള്ളാം സുന്ദരിയൊക്കെയാണ്, എന്നാലും പാർവതിയായിട്ട് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു മാനസികാവസ്ഥ എനിക്കാണ് മനസ്സിലാവും. ഒരു പ്രതീക്ഷകൾ കാണും, കുറച്ച് സുന്ദരിയായിരിക്കും വരുന്നതെന്നുള്ളത്, നായികയായിട്ട് വരുന്നത് ഒരു പ്രതീക്ഷ കാണത്തില്ല. ചുമ്മാ പറഞ്ഞു നീ സുന്ദരിയല്ലേ, ചുമ്മാ പറഞ്ഞു. വേണ്ട. അപ്പം അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് ലൊക്കേഷനിൽ നിന്ന് നല്ല സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. ഇപ്പം സീൻ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും നിൽക്കുമ്പം എനിക്ക് വരുന്ന മറുപടി ഞാൻ ഇവരോട് പറയുന്നില്ല എൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ട്. പക്ഷേ പ്രദീപേട്ടൻ ഡയറക്ടർ പറയുക, മോളെ ചുറ്റുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും നീ മൈൻഡ് ചെയ്യണം, നീ ഇപ്പോൾ ഇവിടെ നമുക്ക് പെർഫോമൻസ് ചെയ്യാനുള്ളത് അത് മാത്രം നീ മനസ്സിലിട്ട് നീ ചെയ്തോ, ഇന്ന ഓക്കെ. അപ്പോൾ ഞാനത് ദൈവമേ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് കൂടിയില്ല. പക്ഷേ പുള്ളിക്കാരനത് മനസ്സിലായല്ലോ. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഉള്ളിൽ അത്രയും വിഷമിച്ചിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് ആർക്ക് മനസ്സിലാവും. ക്യാമറാമാനും മനസ്സിലായിട്ടുണ്ട്, ഡയറക്ടർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒന്ന് സിങ്കായി ഈ ടീമുമൊക്കെ ആയിട്ട്. ചിലരെയൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ട് അമൃതയുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവളെ അറിയാം. അപ്പം അങ്ങനെ ഇതായി. പിന്നെ എനിക്ക് ആകെ ഹോപ്പ് റേറ്റിങ്ങിലാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാനൊരാളെ ശല്യം ചെയ്തു. അനന്തൻ, എൻ്റെ കൺട്രോളർ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ എന്നോട് ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അളിയ പാർവതി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം, അത് റീ എൻട്രി ആണ്, ഒന്ന് ചെയ്യണം. അല്ല ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ, നിന്നെ ആരെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, കൺട്രോളർ എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു, അപ്പോൾ നിന്നെ ഇൻ്റർവ്യൂ എടുക്കണോ വേണ്ടോ എന്നുള്ള ചാനലിൽ വിളിച്ച് ചോദിച്ചു. കഴിഞ്ഞ മാസം എടുത്തതാണ്. അപ്പം ഞങ്ങളുടെ GM പറഞ്ഞൊരു കാര്യം, വെച്ച് കാച്ചിക്ക് എടുത്തോ, പഴയ പാർവതി പോയ കാരണങ്ങളോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് പോയതിൻ്റെ കാരണം? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. എന്തിനാ കുട്ടി പോയി എന്ന് ഞാൻ ഇവിടെ ആരോടും ഒരു എന്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലുമില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇത്രയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈ പ്രോജക്റ്റ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് പോയതെന്ന് ഞാൻ എൻ്റെ അമ്മ സത്യം, ഞാൻ ചെയ്യുന്ന ഈ വർക്ക് സത്യമായിട്ടും ഞാൻ ഈ ഓർത്തു, എന്തിനാണ് ആ കുട്ടി ഈ വർക്ക് ഇട്ടിട്ട് പോയത്? കാരണം ഇത്രയും നല്ലൊരു ക്യാരക്ടർ അല്ലേ, ഇത്രയും ആളുകൾ അവളെ, കാരണം എനിക്കെതിരെ അത്രയും നെഗറ്റീവ്സ് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും കമൻസുകളൊക്കെ ആളുകൾ ഇത്രയും ഇതുണ്ടെങ്കിൽ എന്തിനാ കുട്ടി ഇത് ഇട്ടിട്ട് പോയി എന്നുള്ളത് ഞാനിങ്ങനെ സെൽഫായിട്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇട്ടിട്ട് പോയത്. ഞാനായിട്ട് ചോദിച്ചതല്ല, നമ്മുടെ നായകൻ ചേട്ടനൊക്കെ പറഞ്ഞു അവൾ കുട്ടി എന്തോ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, വേറൊരു സൈഡ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയിട്ടില്ല. എന്നെ വിളിച്ചു, എനിക്ക് തന്ന സാധനത്തിനെ, ആ വർക്കിനെ എത്രത്തോളം പെർഫോമൻസിൽ എനിക്ക് ഔട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്കറിയില്ല, എനിക്കറിയില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ പഴയ ആ ഒരു ആക്ടിങ് ആ കുട്ടി ചെയ്തത് സ്റ്റോറി നോക്കണം, പഠിക്കണം. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും ഇരുന്ന് സ്റ്റഡി ചെയ്യാനോ നോക്കാനോ ഉള്ളൊരു സമയം കിട്ടിയില്ല. ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് പറയാണ്, പാർവതി ആകുകയാണ്, കഥ അറിയത്തില്ല, എന്താണ് ഡയലോഗ് അറിയത്തില്ല, കോസ്റ്റ്യൂം അറിയത്തില്ല, ഒന്നുമില്ല. പിറ്റേന്ന് ജോയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത്, എങ്ങനെ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമയം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ വന്ന ആ സമയത്തുണ്ടല്ലോ, ഇവിടെ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഇവർക്കും ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും, അടുത്ത സീൻ ചെയ്യും, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും, അടുത്ത സീൻ ചെയ്യും, ഇവർ പറഞ്ഞുതരും, സീൻ ചെയ്യും. ഇതിനിടയിൽ എനിക്ക് നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ C5, ഇതിനകത്ത് കയറി എപ്പിസോഡ് കാണാനുള്ള സമയമൊന്നുമില്ല. പുള്ളിക്കാരിയുടെ ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു കഥാപാത്രം അത് നമ്മൾ ഉൾക്കൊള്ളണം.
അത് കാണാതെ പിന്നെ എന്തായാലും ചെയ്യാൻ ചില പറ്റില്ല. ചില മാനറിസങ്ങളുണ്ട്. അതായത് ഈ കഥാപാത്രം ചെയ്ത കുട്ടിയുടെ മാനറിസം അല്ല, കഥാപാത്രത്തിന്റെ മാനറിസം. പാർവതി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ചില ചില മാനറിസം ഉണ്ട്. അതായത് അവൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നതും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്നതും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്നെ മീൻസ് ഞാൻ യൂട്യൂബിൽ കയറി എങ്ങനെയാണ് ചെയ്തത്, ചാനലിൽ നിന്ന് പറയും ഇങ്ങനെയാണ്. അപ്പം ഈ സീരിയൽ തന്നെ തമിഴിലും തെലുങ്കിലും പോകുന്നുണ്ട്. ഞാൻ അതും എനിക്ക് കിട്ടിയ സമയത്ത് ചുമ്മാ ഇതൊക്കെ എടുത്തൊന്ന് ജസ്റ്റ് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി എന്നല്ലാണ്ട് എനിക്കതൊന്ന് റെഫർ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഈ കുറേ ദിവസം എനിക്കിങ്ങനെ ക്ലാരിഫൈ ചെയ്ത് എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഇവരോട് ചോദിച്ചു, എനിക്ക് എൻ്റേതായ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടുമോ? കാരണം അത് ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആളുകൾ കാണുന്നത് ആ ഒരു കഥാപാത്രം കരഞ്ഞ രീതിയായിരിക്കും, ആ ഒരു കഥാപാത്രം ചിരിച്ച രീതിയായിരിക്കും, ആ ഒരു കഥാപാത്രം പ്രണയിച്ച അല്ലെങ്കിൽ ആ ഒരു ഭാവമായിരിക്കും. അതൊരിക്കലും ആവില്ലല്ലോ. ഞാൻ ആളെന്നെ മാറി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റേതായ ശൈലിയിൽ എനിക്കൊന്ന് ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റും. കംഫർട്ടബിൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്താ പറയുക, പിന്നെ ഞാനൊരു പക്ഷേ ആ ഒരു ഇതിലോട്ട് വരുന്നുണ്ടായിരിക്കും. എനിക്കൊരു 3-4 വന്ന് ജോയിൻ ചെയ്ത് സീൻസൊക്കെ എടുത്ത് പോയെങ്കിലും ഒരു 7-8 ദിവസത്തോളം എന്നെ വല്ലാണ്ട് പാർവതി അലട്ടി. എനിക്ക് രാത്രിയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എങ്ങനെയെങ്കിലും അതൊരു ആക്കി എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് വന്നു. ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം എപ്പിസോഡ് ഞാനും കാണുന്നുണ്ടല്ലോ, ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് സ്വയം തോന്നുമല്ലോ, അയ്യോ അപ്പം നന്നാക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ 9:45 10 മണി 10:15 ആയി ചെന്ന് ഫ്രഷായി 11 മണിയായാലും 12 മണിയായാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും പിറ്റേ ദിവസം രാവിലെ എന്തായാലും 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം. സത്യം പറഞ്ഞാൽ ഉറക്കം കുറേ കളഞ്ഞിട്ടാണെങ്കിലും അതിനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ചൊന്ന് ട്രൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയത്, എൻ്റെ ടെൻഷൻ മാറി ഞാൻ ഇവിടെ എല്ലാവരോടും കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ചിരിയൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ടെൻഷനുണ്ട്, എന്നാലും ചേട്ടൻ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കണമല്ലോ, അങ്ങനെ ചിരിക്കും. വർത്താനം പറയുമ്പോൾ മറുപടി പറയണമല്ലോ, അങ്ങനെ പറയാം. കാരണം എൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ട്, തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും വരും. അല്ലാണ്ട് ഞാനിങ്ങനെ ഓക്കെ ആയ രീതിയിൽ ഇങ്ങനെ ചിരിച്ച് നടത്തും. പക്ഷെ ഞാൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷേ റേറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്ന് ഞാനിങ്ങനെ അരച്ചു. ഞാൻ പഴവങ്ങാടി ഗണപതിക്ക്, ഞാനന്ന് പഴവങ്ങാടി പോയിട്ടോ, ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് മാങ്ങയൊന്നുമല്ലല്ലോ തേങ്ങയല്ലേ ഉടച്ചത്, റേറ്റിംഗ് വരട്ടെ. അങ്ങനെ നീ ഭഗവാനെ വരെ നീ പോയി പിന്നെ വെല്ലുവിളിച്ച് മാങ്ങയെല്ലാം അടിച്ച തേങ്ങയാണ്. അയ്യോ അങ്ങനെയല്ല, ഞാൻ കിട്ടി പഴവങ്ങാടി ഗണപതിക്ക് അടിച്ചത് മാങ്ങയോ തേങ്ങയോ, ആ ക്യാപ്ഷൻ. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ദൈവത്തെ കളിയാക്കിയതല്ല, ഒരിക്കലല്ല. കാരണം ഞാൻ സ്വയം സമാധാനിപ്പിച്ചതാണ്, സ്വയം സമാധാനിച്ചതാണ്. കാരണം ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവും, ആ ഒരു ഇതില് അപ്പം അങ്ങനെ ഇരുന്ന് റേറ്റിംഗ് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ഡയറക്ടർ വന്ന് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മിയുടെ റിസൾട്ട് ഇന്ന് വരും, രാവിലെ റേറ്റിംഗ് വരുന്നത്. പക്ഷേ റേറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര, അതായത് എൻ്റെ തലയിലിരുന്ന വലിയൊരു ലോഡെടുത്ത് താഴെ വെച്ചതുപോലെ ആയിരുന്നു. അതായത് എൻ്റെ നേർക്ക് വന്ന വലിയൊരു ബോംബ് അത് പൊട്ടിച്ചെതറി എന്താ പറയാ, നല്ല പൂമ്പാറ്റ പോലെ പറന്നു പോയ പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഓൺ ക്യാമറയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് റേറ്റിംഗ്? എങ്ങനെയുണ്ട് ഇപ്പൊ? എത്രാമത്തെ എപ്പിസോഡാ പുള്ളിക്കാരി വന്നിട്ട്? 290 വന്നത്. ഞാൻ നോക്കി അറിയാൻ പറ്റും പെട്ടെന്ന്. അല്ല കുഴപ്പമില്ല, എന്നാലും ഒരു 10-20 എപ്പിസോഡായി കാണുമല്ലോ. 15 10 ഒരാഴ്ച 7 എപ്പിസോഡ്. 7 7 8 9 10. അതായത് ശനി 7 അതായത് ഞായറാഴ്ച കാണിച്ചു, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അതായത് 11 ഇന്നെന്താ ദിവസം? ഇന്ന് വെള്ളി, ശനി 12 13 14 പറഞ്ഞു വരുമ്പോൾ ഒരു മാസമായല്ലോ. ഇല്ല, 14 17 14 എപ്പിസോഡ് എന്നെ കാണിച്ചു. റേറ്റിംഗ് ആയോ ഈ പാർവതി വന്നതിന് ശേഷം? ആ
1.65 ആക്കി. ഞാൻ സാധാരണ റേറ്റിംഗ് കുറഞ്ഞു പോകും. റേറ്റിംഗ് കയറിയല്ലോ. അതിപ്പം ഇത് സംസാരിച്ചത് അനന്തനാണ്, കൺട്രോളർ. അപ്പം വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്കും സന്തോഷമുണ്ട്. കാര്യം എൻ്റെ ഒരു അനിയത്തിക്കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ വളരെ സന്തോഷമുള്ളതാണ്.